എറണാകുളം തൃക്കാക്കരയിൽ LDF-ൽ ഭിന്നത. CPI ഒറ്റയ്ക്ക് മത്സരിക്കും. സിറ്റിംഗ് സീറ്റുകൾ CPM വിട്ടു നൽകാത്ത സാഹചര്യത്തിലാണ് നീക്കം. സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. നഗരസഭയിലെ 20 വാർഡുകളിൽ മത്സരിക്കാനാണ് CPI നീക്കം. സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, എന്താണ് അവിടുത്തെ തർക്കത്തിന് കാരണം? ധന്യ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു നഗരസഭയാണ് തൃക്കാക്കര നഗരസഭ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിവാദങ്ങളും അത്രമാത്രം കൂടുതലാണ് താനും. നിലവിൽ UDF-ന് മേൽക്കൈയുള്ള ഒരു നഗരസഭ കൂടിയാണ്. നിലവിൽ ആകെ ഉണ്ടായിരുന്നത് 43 ഡിവിഷനുകളാണ്. അതിൽ 21 UDF-നും ഒപ്പം തന്നെ LDF-ന് 17 സീറ്റുകളുമാണ് ഉണ്ടായിരുന്നത്. വിമതരടക്കം സ്വതന്ത്രന്മാരുൾപ്പെടെ 5 പേരുമുണ്ട്. നിലവിൽ സീറ്റ് പുതിയ വാർഡ് വിഭജനമൊക്കെ വന്നപ്പോൾ 48 വാർഡുകളായി മാറുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ LDF-ൽ നടക്കുകയും ചെയ്തത്. സിറ്റിംഗ് സീറ്റുകളും അതുപോലെ തന്നെ കൂടുതലായി CPI അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന സീറ്റുകളും വിട്ടു നൽകണമെന്നൊരു ആവശ്യം CPI ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ ആവശ്യത്തോട് CPM കാര്യമായ പരിഗണന നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടുകൂടി തന്നെയാണ് ഇതുമായി ധാരണ ഉണ്ടാകാത്തതിനെ തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. സിറ്റിംഗ് സീറ്റുകൾ CPM വിട്ടു നൽകാത്ത ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് നിലവിൽ 20 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ CPI നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഇത്തരത്തിൽ ഒരു സമവായത്തിലെത്താനുള്ള സമവായത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതിനുള്ള ശ്രമം അണിയറയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ധന്യ. ശരി.